ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ പുതിയ മേഖലകളിലേക്ക് യുദ്ധം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഇസ്രായേൽ തങ്ങളുടെ കരയുദ്ധം ലെബനനിലേക്ക് തുടങ്ങിക്കഴിഞ്ഞു. കരയുദ്ധവും വ്യോമാക്രമണവും ഒന്നിച്ചു തുടരാനാണ് ഇസ്രായേലിന്റെ തീരുമാനം ഉള്ളത്. എന്നാൽ പോലും ഹസൻ നസ്രുള്ളയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷവും കനത്ത വ്യോമാക്രമണം, മിസൈൽ ആക്രമണവും ഹിസ്ബുള്ള ലെബനനിൽ നിന്നും ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്നുണ്ട്. ഇന്നത്തെ ദിവസം തന്നെ ഇസ്രായേലിലെ പ്രധാന നഗരമായ ടെൽ അവീവിനെ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള അയച്ച റോക്കറ്റുകളിൽ ഒന്ന് ലക്ഷ്യം നേടിയെന്നാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യുദ്ധം പെട്ടെന്നൊന്നും തീരാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ്, സംഭവ വികാസങ്ങളിലേക്കാണ് ഇത് ചെന്നെത്തുന്നുള്ളത്. കാരണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് ഇസ്രായേൽ ഉദ്ദേശിച്ചത് ഹസൻ നസ്രുള്ളയുടെ കൊലപാതകത്തോടു കൂടി തന്നെ ഹിസ്ബുള്ള എന്ന സംഘടനയെ നിർമാർജനം ചെയ്യാൻ സാധിക്കുമെന്നാണ്. എന്നാൽ ഫലത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഹിസ്ബുള്ള അവരുടെ പ്രധാനപ്പെട്ട നേതാവ് രക്തസാക്ഷിയായിട്ട് പോലും തങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെൽ അവീവിന്റെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ മറ്റു പ്രദേശങ്ങളിലും ഹിസ്ബുള്ള റോക്കറ്റുകൾ തുടർച്ചയായി സൈറണുകൾ മുഴക്കാൻ കാരണമാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ കരയുദ്ധം ലെബനനിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ലെബനൻ ലക്ഷ്യമാക്കി ഇസ്രായേലി സേന നീങ്ങുന്നതായാണ് വാർത്തകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ലെബനനിന്റെ ഔദ്യോഗിക സേന പിന്മാറിയ വാർത്ത അവർ നിഷേധിച്ചിട്ടുണ്ട്. തങ്ങളുടെ ലക്ഷ്യം ഹിസ്ബുള്ളയാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഹിസ്ബുള്ള തിരിച്ച് ഷെല്ലാക്രമണവും വ്യോമാക്രമണവും നടത്തിയാണ് ഇസ്രായേലി സേനയെ പ്രതിരോധിക്കാൻ നിൽക്കുന്നുള്ളത്. അതോടൊപ്പം തന്നെ അമേരിക്ക ഇന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട്, ഞങ്ങൾ ഒരു സൈന്യത്തെ അയക്കാൻ പോകുകയാണ്. ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടും ലെബനനിലേക്കുള്ള ഈ ഒരു കരയാക്രമണത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഞങ്ങൾ സൈന്യത്തെ അയക്കുന്നത് എന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇറാൻ പറയുന്നുള്ളത്, ഞങ്ങളുടെ സേനയെ ഞങ്ങൾ അയക്കേണ്ട സാഹചര്യമില്ല എന്നാണ്. അധിനിവേശ ഫലസ്തീനിലും ലെബനനിലും ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്കും ഹിസ്ബുള്ളക്കും ഇസ്രായേലി സേനയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഇറാന്റെ അവകാശവാദം. അതിനിടയിൽ തന്നെ ഇറാനിലെ മുൻ പ്രസിഡന്റ് കൂടിയായ അഹ്മദി നജാദിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ചാരന്മാരെ പിടികൂടാനുള്ള ഒരു ഏജൻസിക്ക് ഇറാൻ തുടക്കം കുറിച്ചിരുന്നുവെന്നും ആ ഏജൻസിയുടെ തലവൻ തന്നെ ഇസ്രായേലിന്റെ മൊസാദിന്റെ ചാരനായിരുന്നുവെന്നുമാണ് അഹ്മദി നജാദിന്റെ വെളിപ്പെടുത്തലായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞു വരുമ്പോൾ ഈ ഇസ്രായേലിന്റെയും മൊസാദിന്റെയും ചാരപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ കെടുതികൾ അനുഭവിച്ചിട്ടുള്ളത് ഇറാനിയൻ സർക്കാരും അതോടൊപ്പം തന്നെ ഇറാനിയൻ മിലിറ്ററിയും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുമാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഹമാസ് തങ്ങൾക്കിടയിലുള്ള ചാരന്മാരെ കൃത്യമായി കണ്ടെത്തുകയും അവരെ ഇല്ലാണ്ടാക്കുകയും ചെയ്തതോടുകൂടി ചാരപ്രവർത്തനം കൊണ്ട് ഹമാസിനെ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും അധിനിവേശ ഫലസ്തീനിലും വെസ്റ്റ് ബാങ്കിലും വിവിധ പ്രദേശങ്ങളിൽ നേരിട്ടുള്ള ഇസ്രായേലി സേനയുമായുള്ള ഏറ്റുമുട്ടലുകൾക്ക് ചില ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും ശ്രമങ്ങൾ തുടരുന്നുണ്ട്. തുടർച്ചയായ ചെറുത്തുനിൽപ്പുകൾ ഇത്തരം പ്രതിരോധ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഇസ്രായേലിന് നേരിടേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങളെങ്കിലും യമനിലെ ഹൂത്തികൾ ഇപ്പോൾ ചെങ്കടലിൽ ഒരു കപ്പലിനെ ആക്രമിച്ച വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ തങ്ങളുടെ വ്യോമാക്രമണം ലെബനനിൽ തുടരുകയും 50,000-ൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ പലായനം ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തതായിട്ടുള്ള വിവരങ്ങളും വാർത്തകളും പുറം ലോകത്ത് വരുന്നുണ്ട്. ലെബനനി ജനതയെ ലക്ഷ്യമാക്കുന്ന ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അന്താരാഷ്ട്ര സമൂഹങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളയെ ഇല്ലാതാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഹിസ്ബുള്ള എന്ന സംഘടനയെ നിർമാർജനം ചെയ്യുമെന്ന പ്രഖ്യാപനവുമായി വന്നിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്
ഇനി കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുമെന്നുള്ള സാഹചര്യം ഇന്നത്തെ ആക്രമണങ്ങളിലൂടെ ഹിസ്ബുള്ള ഇല്ലാതാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാന വിവരമായി പുറത്തു വന്നിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്തുണ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും കിട്ടിയെന്നുള്ള രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് പോലും ഹിസ്ബുള്ള തങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ടെലവീവിനെയും മൊസാദ് ആസ്ഥാനത്തെയും ലക്ഷ്യമാക്കാൻ ഹിസ്ബുള്ളക്ക് സാധിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലും വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ചാരപ്രവർത്തനത്തിലൂടെ തങ്ങളുടെ സജ്ജീകരണങ്ങൾ ഇസ്രായേലിന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല എന്നും, അതോടൊപ്പം തന്നെ തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെട്ടപ്പോഴും ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കി തിരിച്ചടിക്കാൻ ഹിസ്ബുള്ളക്ക് കഴിഞ്ഞു എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്.